അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 192. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പതിവില്ലാതെ ടേബിളിന് ചുറ്റും നിശബ്ദത നിറഞ്ഞത് അഗ്നി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ തനിക്കരികിലിരിക്കുന്ന ജ്വാലയെ ഒന്ന് നോക്കി. മാനസിയെ നോക്കിയിരിക്കുകയാണ് അവൾ. മാനസി വെറുതെ പാത്രത്തിൽ വരച്ചിരിക്കുകയാണ്. അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അഗ്നിയും ജ്വാലയും തേടി പോകുന്നുണ്ട്. ജ്വാലയോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അഗ്നി വഴക്കു പറഞ്ഞാലോ എന്നുള്ള പേടിയാണ് അവളിൽ. കുഞ്ഞാ, കഴിക്കാൻ നോക്ക്. അവൾക്ക് വാരി കൊടുക്കുന്നതിനിടയിൽ ഗൗരവത്തോട് അഗ്നി പറഞ്ഞു. ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി. ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞ്? ഞാൻ പോയി മിണ്ടിക്കോളാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് മാനസി ചേച്ചിയെ കണ്ട ഭാവമുണ്ടോന്ന് നോക്കിയേ. ജ്വാല പതിയെ പിറുപിറുത്തു. അത് അഗ്നി വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്തു. എന്താടി ഇരുന്ന് പിറുപിറുക്കുന്നെ? പലതും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറ. അവളുടെ ചെവിക്കടുത്തേക്ക് വന്ന് അഗ്നി പതിയെ പറഞ്ഞു. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. ഒന്നുമില്ല, മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞവൾ. ആ, എന്നായിരുന്നു കഴിക്ക്. അവനും പറഞ്ഞു. അവൾ മുഖം വെട്ടിച്ചു. ചുണ്ടിലെ ചിരി മറച്ചു പിടിച്ച് അവനും കഴിക്കുന്നത് തുടർന്നു. ഇന്നെന്താ കുട്ടികളെ ക്ഷേത്രത്തിൽ പരിപാടി? വസുന്ധര ചോദിച്ചു. ഇന്ന് കുട്ടികളുടെ ഡാൻസ് അച്ചമ്മേ. അപ്പുവാണത് പറഞ്ഞത്. ആണോ? രാത്രി നേരത്താ? അതുകൊണ്ട് ഞാനില്ല. വെയ്യ എനിക്ക് ആ തണുപ്പ് അടിച്ച് അവിടെ ഇരിക്കാൻ. പിന്നെ മഴ പെയ്താ പറയും വേണ്ട. വസുന്ധര മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അത് വസുന്ധര പറഞ്ഞ നേരാ. മിനി സമ്മതിച്ചു. പോരുന്നെങ്കിൽ പോര് രണ്ടാളും. കുറച്ചു നേരം ഇരുന്നിട്ട് തിരികെ കൊണ്ടുവന്നാക്കാ. ഋഷി പറഞ്ഞു നോക്കി. അയ്യോ വേണ്ട മോനെ, നിങ്ങൾ പോയി വന്നാ മതി. ഞാൻ പൂജയുടെ അന്ന് വന്നോളാം. അല്ല, ഇന്നും എല്ലാരും പോണില്ലേ? വസുന്ധര ചിത്തുവിനെ നോക്കിയാണ് അത് ചോദിച്ചത്. ഉവ്വമ്മേ, ജ്വാലമോൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. മോളെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുക്കണം. ചിത്തു പുഞ്ചിരിയോടെ പറഞ്ഞു. ചിത്തു പറയുന്നത് കേട്ടതും വനജയും ചന്ദ്രനും വ്യാസും അപ്പവും അഗ്നിയാണ് നോക്കിയത്. ചിത്തുവിനെ തുറച്ചു നോക്കുന്നുണ്ടവൻ. അഗ്നി എന്തോ പറയാൻ പോവുകയാണെന്ന് അപ്പൂന് ഉറപ്പായി. ജ്വാലയാണെങ്കിൽ ചിത്തു പറയുന്നത് കേട്ട് സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഒരു 6 മണിയൊക്കെ ആവുമ്പോഴേക്കും എല്ലാവരും റെഡിയായി നിൽക്ക്. പിന്നെ മോളെ, ഇന്നലത്തെ പോലെ ആവണ്ട. ഇന്ന് അമ്മയുടെ കൂടെ തന്നെ നിന്നാ മതി. ചിത്തു ജ്വാലയോടെ പറഞ്ഞു. ശരി അമ്മേ. ജ്വാലയ്ക്ക് സന്തോഷം. പോകുന്നവർ തനിച്ച് അങ്ങോട്ട് പോയാൽ മതി, ഇവളെ കൊണ്ടുപോണ്ട. പെട്ടെന്ന് അഗ്നിയുടെ ശബ്ദം അവിടെ ഉയർന്നു. അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ അപ്പു ഒന്ന് നിശ്വസിച്ചു. അതെന്താ, മോള് വരുന്നില്ലേ? രേഖയുടെ ചോദ്യം. ജ്വാല ഉണ്ടെന്ന് തലയാട്ടി. എന്നാൽ അഗ്നിയുടെ രൂക്ഷമായ നോട്ടം കണ്ടതും അവളുടെ തല താഴ്ന്നു. ആർക്കൊക്കെയാ പോവേണ്ടെന്ന് വെച്ചാൽ പൊക്കോളൂ. എന്തായാലും എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാം ഒപ്പം എന്ത് വിശ്വസിച്ച് ഞാൻ ഇവളെ അയക്കും? ഒരു തവണ അയച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അഗ്നി ചേറിന്ന് എഴുന്നേറ്റ് ഗൗരവത്തോടെ പറഞ്ഞു. നോട്ടം മാനസിയിലേക്കും ശ്രീജയിലേക്കും പോയി. മാനസി കണ്ണു നിറച്ച് അവനെ നോക്കുന്നുണ്ട്. അഗ്നി പറയുന്നത് കേട്ട് ജ്വാലയും ആകെ വല്ലാതായി. ദേവേട്ടാ, എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ? ആരും വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തെറ്റ് ഫുൾ എൻ്റെ ഭാഗത്തല്ലേ? ജ്വാല വല്ലായ്മയോട് ചോദിച്ചു. അതിനുള്ളത് നിനക്ക് തരാൻ എനിക്ക് അറിയാൻ വയ്യാണ്ടല്ല. നിന്നെ വഴക്ക് പറഞ്ഞ ഒടുക്കം ഞാൻ തന്നെയായിരിക്കും വേദനിക്കുന്നേ. അതുകൊണ്ട് മാത്രാ ഞാനൊന്നും പറയാത്തെ. അഗ്നി ഒട്ടും ആലോചിക്കാതെ തന്നെ മറുപടി പറഞ്ഞു. ജ്വാലയുടെ കണ്ണൊന്ന് നിറഞ്ഞു. അഗ്നിയേട്ടാ, ഞാനിനി ശ്രദ്ധിച്ചോളാം. മാനസി പറഞ്ഞു. എന്തോ അവളുടെ ഇടറിയ ശബ്ദം കേട്ടപ്പോൾ അഗ്നി ഉള്ളിലെ ദേഷ്യവും അടക്കി. ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല മനസ്സി ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. പക്ഷെ ഇവളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് തന്നെയാ. കുഞ്ഞിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ. ലോകം എന്താണെന്ന് അറിയാത്ത കുട്ടിയാ. അവൾക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ താലികെട്ടി കൊണ്ടുവന്നതിന് ശേഷം ആളോളം അവൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ലതും ചീത്തയും ഒരു കൊച്ചു കുട്ടിയോടുന്നത് പോലെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെയാ ഞാൻ അവളെ കൊണ്ടു നടക്കുന്നേ. അങ്ങനെയുള്ള ഇവളെ ഒരു നിമിഷം കാണാതായപ്പോഴേക്കും ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ചെല്ലാനൊരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഇന്നലെ. അത്രയും പറഞ്ഞ അഗ്നി ശക്തമായി ശ്വാസമൊന്ന് വലിച്ചു വിട്ടു. ഇന്നലത്തെ കാര്യങ്ങളിലേക്ക് ഓർമ്മകൾ പോയതും ജ്വാലയും വിറച്ചുപോയി. അഗ്നിയേട്ട. മാനസി അഗ്നിക്കടുത്തേക്ക് വന്നു. അവൻ ഇടത് കൈയാൽ അവളെ ചേർത്തു പിടിച്ചു. അപ്പോഴത്തെ ടെൻഷൻ കൊണ്ട് ദേഷ്യപ്പെട്ടു പോയതാ മാനസി ഞാൻ, അല്ലാതെ നിന്നെ കരയിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല. അവൻ സ്നേഹത്തോടെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവും, എൻ്റെ തെറ്റ് തന്നെയാ. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. അവൾ ആത്മാർത്ഥമായി പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഉണ്ടായാ അതിനുശേഷം നീ ബാക്കി ഉണ്ടാവില്ലല്ലോടി ഭാര്യ. അതിന് അളിയൻ നിന്നെ തട്ടില്ലേ? കഴിക്കുന്നതിനിടയിൽ ഋഷി ഇളിയോടെ പറഞ്ഞു. അങ്ങനൊരു സാഹചര്യമായിരുന്നിട്ട് പോലും എല്ലാവരും ചിരിച്ചുപോയി. മാനസി കണ്ണു തുടച്ച് ഋഷിയെ തറപ്പിച്ചു നോക്കി. എവിടെ? അവൻ അപ്പോഴും ഇളി തന്നെ. ഇടയ്ക്ക് മടിയിലിരിക്കുന്ന ഋതുമോൾക്ക് വാരിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സാരല്ല, ഇനി എല്ലാവരും മോളെ ഒന്നുകൂടി ശ്രദ്ധിച്ചോളും കണ്ണാ. ഇതിന്റെ പേരിൽ കുട്ടിയെന്ന് നീ ഞങ്ങളുടെ കൂടെ വിടാതിരുന്ന എങ്ങനെയാ? മായ ജ്വാലയൊന്ന് നോക്കിക്കൊണ്ട് അഗ്നിയോട് ചോദിച്ചു. അഗ്നി ജ്വാലയെ നോക്കിയപ്പോൾ ചുണ്ടൊക്കെ പിളർത്തി നിൽക്കുന്നുണ്ട് പെണ്ണ്. അഗ്നി മാനസിയുടെ തലമുടിയിലൊന്ന് തഴുകി അവിടെ നിന്ന് പോയി. ജ്വാലയുടെ മുഖം വീർത്തുപോയി. അവൻ കൈകഴുകി വന്നിട്ടും അവൾ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. മീനു, പൊന്നു, ശ്രീജെ മൂന്നാളോടും കൂടിയാ. ഇന്നലത്തെ ദേഷ്യത്തില് ഞാൻ എന്താ പറഞ്ഞെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഇനി അതും ഓർത്ത് വിഷമിക്കേണ്ട മൂന്നാളും. മനസ്സിലാവുന്നുണ്ടോ? അഗ്നി പൊന്നൂനോടും മീനുവിനോടും ശ്രീജിയോടായിട്ട് ചോദിച്ചു. മൂന്നിൻ്റെയും മുഖം ഒന്ന് വിടർന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ശരിയെന്ന് തലയാട്ടി. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അഗ്നി പുറത്തേക്ക് നടന്നു.
അഗ്നിയേട്ടാ, ജ്വാലയെ ഞാൻ ശ്രദ്ധിച്ചോളാം, കൊണ്ടുപൊക്കോട്ടെ? പൊന്നു പുറകീന്ന് വിളിച്ചു ചോദിച്ചു. വേണ്ട. പെട്ടെന്ന് തന്നെ അവന്റെ മറുപടിയും വന്നു. എനിക്ക് പോണം. ജ്വാല അഗ്നിയെ കൂർപ്പിച്ചു നോക്കി. അഗ്നിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. പോണെന്ന് നിർബന്ധാണോ? അവൻ പുരികമുയർത്തി. പോണം. അവള് വീണ്ടും പറഞ്ഞു. ഓഹോ, എന്നാ സമയത്ത് റെഡിയായി നിൽക്ക്. പക്ഷേ ഇവരുടെ കൂടെ പോവണ്ട. അവൻ പറഞ്ഞു. പിന്നെ? ജ്വാലയിൽ സംശയം. നിനക്കെവിടെ പോവേണ്ടെന്ന് വെച്ചാ ഞാൻ കൊണ്ടുപോക്കോളാം. എൻ്റെ കൂടെ വന്നാ മതി. ഇന്നലത്തെ പോലെ വയ്യ എനിക്ക്. അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ജ്വാലയുടെ മുഖം വിടർന്നു. ദേവേട്ടൻ കൊണ്ടുപോവോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആ, റെഡിയായി നിൽക്ക്. വേറെ ആരുടെയും കൂടെ പോവണ്ട. കനപ്പിച്ച് ഒന്നുകൂടി പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ അഗ്നി അവിടെ നിന്ന് പോയി. എല്ലാവരുടെയും മുഖം തെളിഞ്ഞിട്ടുണ്ട്. ജ്വാലയും നിറഞ്ഞു ചിരിച്ചു. അല്ലേലുണ്ട് ദേവേട്ടൻ പാവ. അവൾ ഇരിക്കുന്ന എല്ലാവരോടായിട്ട് പറഞ്ഞു. ഉവ്വ, പാവല്ല, പാവയ്ക്ക. പൊക്കോ വേണേ നീ. മാനസി ചുണ്ടുകൊട്ടി. ജ്വാല അവളെ നോക്കി കണ്ണുരുട്ടി. വെറുതെ അല്ല ചേച്ചിക്ക് ദേവേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയ. പുച്ഛത്തോടെ അവളോട് അതും പറഞ്ഞ് ജ്വാല അവിടെ നിന്ന് പോയി. എല്ലാവരും ചിരിയോടെ അവൾ പോകുന്നത് നോക്കിപ്പോയി. ഭർത്താവിനെ പറഞ്ഞത് ഭാര്യയ്ക്ക് ഇഷ്ടായിട്ടില്ല. കുറുമ്പ് പിടിച്ച മുഖത്തോടെ ശ്രീജ പറഞ്ഞു. അതല്ലെങ്കിലും ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള ഭാര്യമാർ അങ്ങനെയാ. അതിനിടയിൽ ശ്രീജയ്ക്കിട്ട് ഒരു കൊട്ടുകൊടുത്ത് മനു പറഞ്ഞു. അവൾ അവനെ തുറച്ചു നോക്കുന്നത് കണ്ടതും മനു പെട്ടെന്ന് ചിരിയോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഡൈനിങ് ടേബിളിന് ചുറ്റും വീണ്ടും ചിരിശബ്ദമുയർന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവാൻ റെഡിയായിരുന്നു. 6 മണിക്ക് മുന്നേ തന്നെ അവരെല്ലാം ഇറങ്ങുകയും ചെയ്തു. ജ്വാല റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. പക്ഷേ അഗ്നി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. സമയം 6:30 ആവാറായി. ജ്വാലയാണെങ്കിൽ അതെല്ലാം അമ്മമ്മയോടും അച്ഛമ്മയോടും പരാതിയായി പറയുകയാണ്. എല്ലാവരുടെയും കൂടെ പോവാനും സമ്മതിച്ചില്ല, എന്നാ കൃത്യസമയത്ത് വരൂല്ല. അങ്ങനെയൊക്കെ പരാതിയായി പറയുന്നുണ്ട് പെണ്ണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് കൗസ്തുഭത്തിന് വേണ്ടി നടത്തുന്ന പ്രത്യേക പൂജയുള്ളത്. അഗ്നി ആ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ വേണ്ടി പോയതാണ്. വസുന്ധരയും മിനിയും അവളുടെ പരാതിയും കേട്ട് ചിരിയോടെ ഇരിക്കുന്നുണ്ട്. നേരെ 7 ആവാറായി. ഇനി എന്തിനാ പോണേ? ഞാൻ എങ്ങോട്ടുമില്ല ഇനി. ഇരുവരോടും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് പാഞ്ഞുപോയ അതേ സമയം തന്നെ അഗ്നിയുടെ കാർ കൗസ്തുഭത്തിന് മുന്നിലായി വന്നു നിന്നു. കാർ നിർത്തി അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു. കണ്ണുകൾ ചുറ്റും ജ്വാലയ്ക്കായി തിരഞ്ഞെങ്കിലും അവളെ കണ്ടില്ല. അവളിനി അവർക്കൊപ്പം പോയോ? അവൻ ചിന്തിച്ചു. കാറിന്റെ ശബ്ദം കേട്ട് വസുന്ധരയും മിനിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ജ്വാല എവിടെ അച്ഛമ്മേ? അവർക്കൊപ്പം പോയോ? അഗ്നി ചോദിച്ചു. ഒപ്പം നനഞ്ഞ ഷർട്ട് കൊടയും ചെയ്യുന്നുണ്ട്. ഇല്ല മോനെ, അവൾ അകത്തുണ്ട്. നീ എന്തീ മഴയൊക്കെ കൊണ്ടോ? വൈകിയല്ലോ ആകെ. അച്ഛമ്മ ചോദിച്ചു. ഏയ്, ഇതിപ്പോ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ പറ്റിയതാ. പൂജയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അച്ഛമ്മേ. അത് കഴിഞ്ഞപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. ഇന്നലത്തെ കേസിന്റെ കാര്യത്തിന്. അവന്മാരുടെ വീട്ടുകാരെ കേസ് കൊടുത്തതാന്ന്. അവിടെയൊക്കെ പോയി വന്നതും ട്രാഫിക് ആകെ പെട്ടു. അഗ്നി പറഞ്ഞു നിർത്തി. അയ്യോ, എന്നിട്ട് എന്തായി മോനെ? കേസാവോ? മിനി അല്പം പേടിയോടെ ചോദിച്ചു. അവര് കേസാക്കണമെന്ന് തന്നെ പറഞ്ഞേ. അല്ലെങ്കിൽ നഷ്ടപരിഹാരം വേണമെന്ന്. അതെന്തായാലും നടക്കില്ല. കേസായിട്ട് മുന്നോട്ട് പോക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അല്ല പിന്നെ, ഇമാതിരി തോന്നിവാസം കാണിക്കുന്നവന് ഇനി പണം കൂടി കൊടുക്കാൻ ഞാൻ. അഗ്നി പല്ലിരുമി. ഇത് പ്രശ്നാവോ കണ്ണാ? വസുന്ധര പേടിയോടെ ചോദിച്ചു. ഏയ് ഇല്ല അച്ചമ്മേ, ഈ കേസ് എന്തായാലും അധികം നീണ്ടുപോവില്ല. അവരെക്കുറിച്ച് നേരെ ഒന്ന് അന്വേഷിക്കുമ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായിക്കോളും അവരുടെ എല്ലാം കയ്യിലിരിപ്പ്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ രണ്ടാളും ടെൻഷൻ ആവണ്ട. അവൻ പറഞ്ഞു. ഒപ്പം തലമുടി ഒന്ന് ഒതുക്കി വെക്കുക കൂടി ചെയ്തു. എന്നിട്ടും രണ്ടുപേരിലും ആശങ്കയാണ്. അതൊക്കെ വിട് രണ്ടാളും. എന്റെ കൊച്ചെവിടെ? അത് പറ. അഗ്നി രണ്ടിനോടും കുറുമ്പോടെ ചോദിച്ചു. ആ, നല്ല കാര്യേ. നീ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് മോള് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായിന്നാ. അവസാനം ഇനി എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ് കലിയോടെ റൂമിലേക്ക് ചാടിത്തുള്ളി പോയിട്ടുണ്ട്. അതും പറഞ്ഞ് മിനിയൊന്ന് ചിരിച്ചു. അയ്യോ, പോകുന്നില്ല എന്ന് പറഞ്ഞോ? രണ്ടാള് റൂമിൽ പോയിരുന്നേ. മഴ കണ്ടില്ലേ? ഞാൻ പോയി അവളെ നോക്കട്ടെ. ഈയിടെയായി വാശി കൂടുന്നുണ്ട് പെണ്ണിന്. കുറുമ്പോട് അതും പറഞ്ഞ് അച്ഛമ്മയും അമ്മമ്മയും നോക്കി മീശ പിരിച്ചു വെച്ച് ഒരു ചിരിയോടെ അഗ്നി മുകളിലേക്ക് നടന്നു. വസുന്ധരയും മിനിയും ചിരിയോടെ പരസ്പരം ഒന്ന് നോക്കി. തുടരും.